എന്താണ് H1N1 അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്? ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്നുള്ള അസുഖത്തിന്റെ കാറ്റഗറി വരുന്ന ഒരു ഡിസീസാണ്. ഇറ്റ്സ് എൻ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ലെസ് ദാൻ 7 days വരുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. ഫീവർ എസെൻഷ്യൽ ആയിട്ടുള്ള ക്രൈറ്റീരിയൻ ആണ്. ഗ്രേറ്റർ ദാൻ 38 degrees centigrade ഓർ മോർ ദാൻ 100 degrees or 100.4 വരെ അതിന്റെ മുകളിൽ വരുന്ന ഫീവർ ആൻഡ് എനി ഓഫ് ദ റെസ്പിറേറ്ററി സിംറ്റംസ്. ഇതിന്റെ കൂടെ നമുക്ക് റെസ്പിറേറ്ററി സിംറ്റംസ് കോമൺ ആയിട്ട് കിട്ടും. ആ റെസ്പിറേറ്ററി സിംറ്റംസിനകത്ത് റണ്ണിങ് നോസ് ഉണ്ടാകാം, സോർ ത്രോട്ട് ഉണ്ടാകാം, നോസ് ബ്ലോക്ക്, സ്നീസിങ്, കോഫ് വിച്ച് മൈ ബി ഇനിഷ്യലി ഡ്രൈ കോഫ്, അത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രൊഡക്റ്റീവ് കോഫ് ആയിട്ട് മാറും. അപ്പോൾ ആ കോഫ് ആൻഡ് എവറിത്തിങ് വിതിൻ ദ ലാസ്റ്റ് 7 to 10 days. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിന്റെ കൂടെ തന്നെ ജനറൽ മലൈസ് എന്ന് വെച്ചാൽ ക്ഷീണവും, ഹെഡ് ഏക്സ്, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഫീച്ചറാണ്. ബോഡി ഏക്സ്, ജോയിന്റ് പെയിൻസ് എല്ലാം വരാം. അപ്പോൾ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് എന്ന് വെച്ചാൽ കോമൺ കോൾഡിനേക്കാളും കുറെ കൂടെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. സോ വി ആർ സീയിങ് സോ മെനി വൈറൽ ഫീവർ എന്ന് നമ്മളെപ്പോഴും വിളിക്കുന്ന സാധനങ്ങൾ. പക്ഷെ അതിനേക്കാൾ ഒരു ഇൻ സം വേ മോർ സിവിയർ എന്നുള്ളതാണ് നമുക്കൊരു കാച്ചിങ് പോയിന്റ് ഒ പിയിലൊക്കെ ഇരിക്കുമ്പോഴേ, അല്ലെ ഒരു പേഷ്യന്റ് പറയുമ്പോൾ. എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്ലിക്കൽ റിസർജൻസ് ആണ്. അതായത് എല്ലാ കൊല്ലവും ഇത് കൂടും എന്നുള്ളൊരു വസ്തുതയാണ്. സോ എവറി ഇയർ ദർ വിൽ ബി സീസൺസ്. ഇപ്പൊ H1N1 സംബന്ധിച്ച് അല്ലെ ഇൻഫ്ലുവൻസയെ സംബന്ധിച്ച് മഴക്കാലവുമായിട്ട് അസോസിയേഷൻ ഒന്നുമില്ല. പല സംസ്ഥാനങ്ങളിലും കോൾഡ് വെതർ ആണ്. പക്ഷെ നമുക്കിവിടെ യൂഷ്വലി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നോക്കുമ്പോൾ ഒരു ജൂൺ ജൂലൈ ഒരു സർജാണ് വരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ 2009 തൊട്ട് ഇതുവരെയുള്ള കാലത്തിനകത്ത് ഇടയ്ക്കും മറിക്കുമൊക്കെ ഇത് ഈ മഴക്കാലം എന്നുള്ള ഒരു സ്പൈക്കിനെ തെറ്റിച്ച് അല്ലാത്ത നേരത്തും ഇത് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സർജ് വന്നിട്ടുണ്ട്. എൻഡമിസിറ്റി, ഇത് H1N1 ആദ്യം 2009 വന്നപ്പോഴേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എൻഡമിസിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും മാറാൻ പോകുന്ന ഒരു സാധനമല്ല. ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ വൈറോളജിക്കൽ സിനാരിയോ എന്ന് പറയാം. നമ്മുടെ നാട്ടിലെ വൈറൽ പാത്തോജൻസ് കൂട്ടത്തിലുള്ള ഒരു ഡിസീസാണ് H1N1. അപ്പോൾ അത് നമ്മൾ വി വിൽ ബി ഡീലിംഗ് വിത്ത് ഇൻഫ്ലുവൻസ പെർമനന്റ്ലി ഹിയർ ആഫ്റ്റർ. ഇത് അന്ന് 2009, 10, 12 പീരിയഡിൽ നമ്മൾ കൺട്രോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞപ്പോൾ പലർക്കും വിശ്വാസമില്ലായിരുന്നു, കംപ്ലീറ്റ്ലി മാറി. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദ പാരലൽ തിങ് ഈസ് കോവിഡ്. ഇപ്പൊ കോവിഡ് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻ എനിവൺ സേ കോവിഡ് പോയി? ദാറ്റ് വി കനോട്ട് സേ, ബിക്കോസ് കോവിഡ് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൗ ദ വാട്ട് യു കോൾ പാത്തോജനിസിറ്റി ഈസ് മച്ച് ലെസ്. പക്ഷേ പത്തോജനിസിറ്റി കുറവാണ്, ഒമൈക്രോൺ സ്ട്രെയിൻ ഒക്കെ ആയിട്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ കോവിഡ് സ്റ്റിൽ ദർ എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദിസ് ഇസ് ആൾസോ എൻഡമിക്. ലെപ്റ്റോസ്പൈറോസ് എൻഡമിക് ആണ്, ഡെങ്കി എൻഡമിക് ആണ്. അപ്പൊ എൻഡമിസിറ്റി അതിനുണ്ട്. പിന്നെ ഇപ്പൊ പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ നമ്മുടെ എൻറ്റയർ ഫോക്കസ് വാസ് ഓൺ കോവിഡ്. നമ്മൾ നോക്കുന്നതെല്ലാം കോവിഡ് ആയിരുന്നു, സർവൈലൻസ് ആക്ടിവിറ്റി കോവിഡ് ആയിരുന്നു, ടെസ്റ്റിംഗ് എല്ലാം കോവിഡ് ആയിരുന്നു. ഒരു വൈറൽ ഫീവർ അല്ലെ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് വന്നാൽ നമ്മുടെ ഫസ്റ്റ് സസ്പെക്ട് ചെയ്യുന്നത് കോവിഡ് ആണ്. അപ്പൊ അന്ന് ഇതിന്റെ ടെസ്റ്റിംഗ് ഒന്നും നടന്നിട്ടേ ഇല്ല. ഇപ്പൊ നമ്മൾ കോവിഡ് ടൈമെല്ലാം കുറഞ്ഞപ്പോഴേക്കും നമ്മൾ സർവൈലൻസ് ടെസ്റ്റിംഗ് വീണ്ടും കുറഞ്ഞു കിടന്ന സർവൈലൻസ് ടെസ്റ്റിംഗ് നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൂടുതൽ പോസിറ്റീവ് കേസസ് പെടുന്നത്. നമുക്ക് പോസിറ്റീവ് കേസിന്റെ എണ്ണവും പതുക്കെ ഡെത്തിന്റെ എണ്ണവും എല്ലാം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മൾ കൂടുതൽ ചിന്തിക്കണം. വി ഷുഡ് ബി വെരി അലേർട്ട് എന്ന് പറയുന്ന ഡെത്ത്സ് ആർ ദെയർ വിച്ച് ക്യാൻ ബി അവോയ്ഡ് ഓഫ്. ഇനി മിസ്ഡ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഒ പിയിലെ തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. യു ആർ ഓൾ സീയിങ് സോ മെനി പേഷ്യൻസ് ഇൻ എവറി സിംഗിൾ അവർ. അപ്പൊ അത്ര ഫാസ്റ്റായി നോക്കുമ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് പലപ്പോഴും മനസ്സിന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ട ചില ഡിഫറൻഷ്യൽ ഡയഗ്നോസിന്റെ കൂട്ടത്തിൽ ഒന്നിതാണ്. സോ വൈറൽ ഫീവർ വിത്ത് റെസ്പിറേറ്ററി സൈൻസ് എപ്പോഴും ഈ ഒരു ഡിസീസിനെ പറ്റി നമ്മൾ ആക്റ്റീവ്ലി ആലോചിക്കണം. അത് ആലോചിച്ചില്ലേ ചിലപ്പോൾ മിസ് ചെയ്തു പോകും. സോ വാട്ട് എവർ വൈറൽ ഫീവർ യു ആർ സീയിങ്, എത്ര മൈൽഡ് ആണെങ്കിലും ഈ പോസിബിലിറ്റി ആലോചിക്കണം. ആൻഡ് എസ്പെഷ്യലി ഇഫ് എ പേഷ്യന്റ് ഹാസ് എനി കോമോർബിഡിറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇനീഷ്യൽ ഹിസ്റ്ററി ഒക്കെ ചോദിക്കുന്നത് കോമോർബിഡിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദെൻ യു വിൽ നോട്ട് മിസ് ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. പിന്നെ കോമോർബിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്, വൈ ഇസ് ദ റീസൺ? ബിക്കോസ് H1N1 ഇത്രയും കാലമായി കണ്ട ട്രെൻഡ് ഇസ് ദാറ്റ് ഇൻ പീപ്പിൾ വിത്ത് കോമോർബിഡിറ്റീസ് അതിന്റെ കോംപ്ലിക്കേഷൻസിന്റെ ഗൗരവം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കോമോർബിഡിറ്റി ഉള്ളവരെ നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്യുകയും ആ ഒരു പോസിബിലിറ്റി ഇത് ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആലോചിക്കുകയും ചെയ്യുന്നത്. വാക്സിനേഷന്റെ കാര്യം, വി ഹാഡ് വാക്സിനേഷൻ ഫോർ ഇൻഫ്ലുവൻസ. ആദ്യകാലത്ത് ഒരു കൊല്ലത്തേക്കുള്ള കഷ്ടിച്ചുള്ള പ്രൊട്ടക്ഷനെ കിട്ടു. അപ്പോൾ വി വിൽ ടോക്ക് അബൌട്ട് വാക്സിനേഷൻ ഓഫ്. ഇറ്റ് ഇസ് നോട്ട് വെരി പ്രാക്ടിക്കൽ എന്നുള്ളതാണ്.
Now, the plus point about H1N1 is that in contrast to COVID, you have an effective treatment. അപ്പോൾ നമുക്ക് ഏത് നേരത്തും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഇസ് ഇൻ യുവർ ഹാൻഡ്സ്. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി സിഗ്നിഫിക്കൻസ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 3-4 മാസം, ഇൻക്ലൂഡിംഗ് ദിസ് മന്ത് ഇസ് നോട്ട് കംപ്ലീറ്റ്, പക്ഷെ ഈ ഒരു ട്രെൻഡ് കണ്ടാൽ കേസസിന്റെ എണ്ണം ഡെഫിനറ്റ്ലി ഉണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. മാർച്ച്, ഏപ്രിൽ, മെയ് ആൻഡ് ജൂൺ, നൗ ജൂൺ വി ഹാവ് എ ഇൻക്രീസ്. അപ്പൊ ഈ സ്വെല്ലെന്നും സെർജ് എന്നും സ്പൈക്ക് എന്നൊക്കെ പറയുന്ന ഫിനോമിനയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. One would be absolute increase in number of cases. The other thing is that maybe when we are more alert and the surveillance system is picking up, regular surveillance ചെയ്യുമ്പോൾ കൂടുതൽ കേസുകൾ കിട്ടുകയും ചെയ്യും. ഡെത്ത്സും റെഗുലർ ആയിട്ട് ഡെത്ത്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിൽ വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സ്പ്രെഡ് എങ്ങനെയാണ് H1N1 സ്പ്രെഡ് ചെയ്യുന്നത്? ഇപ്പൊ ജസ്റ്റ് ലൈക്ക് കമ്പാരബിൾ ടു കോവിഡ്, പക്ഷെ ഇത് ഷോർട്ട് റേഞ്ച് ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് ആണ്. മെയിൻലി സ്മോൾ, മീഡിയം ആൻഡ് ആ ലെവലിലുള്ള ഡ്രോപ്ലെറ്റ്സിന്റെയാണ് സ്പ്രെഡ്. അപ്പോൾ അത് കാരണം അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 1.5 മീറ്റർ റേഞ്ചിനകത്തൊക്കെയാണ് ഉള്ളത്. മെയിൻ മെത്തേഡ്സ് ആർ ഓപ്പൺ കോഫിംഗ് ആൻഡ് സ്നീസിങ് ബൈ വിച്ച് എ പേഴ്സൺ ട്രാൻസ്മിറ്റ്സ്. ലോക്കലായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്ത് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് സ്റ്റേ ഇൻ എ ഫേവറബിൾ എൻവയൺമെന്റ് ഫോർ ഫ്യൂ അവേഴ്സ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഫോമൈറ്റ്സ് വഴിയോ അല്ലെങ്കിൽ ഒരു സർഫസ്, കണ്ടാമിനേറ്റഡ് സർഫസ് അങ്ങനെ പോകുന്നത് അത്ര കോമൺ അല്ല. നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലത്ത് ഒരു ഫേവറബിൾ എൻവയൺമെന്റ് ഉണ്ട് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യാൻ. ബട്ട് ഡ്രൈ വെതറിൽ, അങ്ങനെ ഡ്രൈ ഹോട്ട് വെതറിൽ അത് പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ എയർ കണ്ടീഷൻഡ് എൻവയൺമെന്റ് വി ഹാവ് ടു ബി കെയർഫുൾ. റെയിനി സീസൺ വി ഹാവ് ടു ബി കെയർഫുൾ. ക്ലോസ്ഡ് എൻവയൺമെന്റ് വി ഹാവ് ടു ബി കെയർഫുൾ. Cold environment we have to be careful. These are situations where it can persist in a surface for longer time. Dry, hot, open, ventilated കാറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ persistence would be much less. അപ്പോൾ so we talked about the symptoms, we talked about the agent. Agent എന്ന് വെച്ചാൽ influenza viruses ആണ്. H1N1 is one of the strains. Much more common ആയിട്ട് വേറെ ഒന്നും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്, H3N2. സോ H3N2 എന്നുള്ള വൈറസും ഇതിന് ഒരു സിമിലർ ആയിട്ട് ഇൻഫ്ലുവൻസ കൈൻഡ് ഓഫ് പ്രസന്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് വി യൂസ് ടു കോൾ ദാറ്റ് സീസണൽ ഇൻഫ്ലുവൻസ. ദ അതർ വൺ ഇസ് ഇൻഫ്ലുവൻസ H1N1. ഇനി മോസ്റ്റ് പ്രാക്ടിക്കൽ തിങ്, നമ്മൾ വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒ പിയിൽ ഇത്രയും പേരെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും ആൾക്കാരെ നമ്മൾ കാണേണ്ടി വരുന്നു. വി ഡോണ്ട് ഹാവ് മച്ച് ഓഫ് ടൈം, സോ മെനി പീപ്പിൾ ആർ ദെയർ, ബിഗ് റഷ് ഇസ് ദെയർ, ലാർജ് ക്യൂസ് ആർ ദെയർ. അപ്പൊ അവിടെ ഇഫക്റ്റീവ് മാനേജ്മെന്റ് ആണ് നമ്മുടെ പോയിന്റ്. സോ ഇഫക്റ്റീവ് മാനേജ്മെന്റിന് വേണ്ടിയാണ് ഈ ഗൈഡ് ലൈൻസ് ഉള്ളത്. സോ ABC ഗൈഡ് വി ഫസ്റ്റ് പബ്ലിഷ്ഡ് ഡ്യൂറിങ് 2009 പീരിയഡ്. അത് പീരിയോഡിക് ആയിട്ട് റിവൈസ് ചെയ്തിരുന്നു ബേസ്ഡ് ഓൺ ദ അഡീഷണൽ ലേണിംഗ്സ് ദാറ്റ് വി ഹാവ് അക്വയർഡ്. ആൻഡ് ഓവർ ദ ഇയേഴ്സ് ആഫ്റ്റർ അബൌട്ട് സേ 2018-19 ഒക്കെ ശേഷം the situation is fairly static. So the guidelines which have been published in 17, then 19 and all that, and then also along with COVID, we issued a co-guideline for ILI and influenza. അപ്പൊ സ്റ്റാറ്റിക് ആണ്, ഇതിനകത്ത് ഡ്രാസ്റ്റിക്കലി ന്യൂ ഇൻഫർമേഷൻ ഇല്ല, എല്ലാം മെയിൻലി പഴയ ഇൻഫർമേഷൻ ആണ്. ബട്ട് ചെറിയ മാറ്റങ്ങൾ മാത്രം ഉണ്ട് വേർഡിങ്ങിലൊക്കെ. സോ നൗ ടു ഹെൽപ്പ് യു മേക്ക് എ ഡയഗ്നോസിസ് ആൻഡ് തിങ്ക് ഓഫ് വെദർ ടു ട്രീറ്റ് ഓർ നോട്ട് ടു ട്രീറ്റ് ഓർ വാട്ട് ടു ഡു എന്നുള്ളതാണ് ABC ഗൈഡ് ലൈൻസ്. സോ ഇതിനകത്ത് കാറ്റഗറി A എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ആൻ ILI. ILI നേരത്തെ പറഞ്ഞു, ഫീവർ വിത്ത് റെസ്പിറേറ്ററി സിംറ്റംസ് ആണ് ILI. ഫീവർ വിത്ത് റെസ്പിറേറ്ററി സിംറ്റംസ് ബിറ്റ് ഹയർ ദാൻ ദ ഓർഡിനറി സിമ്പിൾ വൈറൽ ഫീവേഴ്സ്. So ILI കേസാണ്, but still you feel that doesn't require hospitalization. So വീട്ടിൽ നിന്ന് മാനേജ് ചെയ്യാമെന്ന് തോന്നുന്ന ആ ലെവൽ ഓഫ് ILI സിംറ്റംസ് ആണ് കാറ്റഗറി A എന്ന് പറയുന്നത്. മൈൽഡ് ഫീവർ is there and mild symptoms. Patient is not in any kind of distress. So that case is category A. കാറ്റഗറി B എന്ന് പറയുന്നത് രണ്ട് വെറൈറ്റി ഉണ്ട്. കാറ്റഗറി B1 ഉണ്ട്, B2 ഉണ്ട്. B1 എന്ന് വെച്ചാൽ it is still a viral fever, but somehow you feel that this patient might need to be admitted. ഇയാളെ കിടത്തിയാലോ എന്ന് ചിലപ്പോൾ നിങ്ങളെ ഉള്ളിൽ ഒരു ചിന്ത തോന്നും ഓട്ടോമാറ്റിക്. ക്ലിനിക്കൽ അക്യൂമെന്റ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയായിരിക്കാം, വീട്ടിൽ വിടണോ കിടത്തണോ. ബിക്കോസ് സം പീപ്പിൾ അപ്പിയർ വെരി സിക്ക്, they come with viral fever, but they are appearing much sicker than other people. Might be due to different reasons, but they are sick. Maybe ചെറിയ respiratory disease ഉണ്ടോ, some way they are sicker. You feel that they are sick, more sick than usual. So that is the category B1. So category B2, we are talking about category B2. Category B2 എന്ന് വെച്ചാൽ മൈൽഡ് വൈറൽ ഫീവർ അല്ല, മൈൽഡ് ILI സിംറ്റംസേ ഉള്ളൂ. പക്ഷെ അതിന്റെ കൂടെ കോമോർബിഡിറ്റി ഉണ്ട്. ഔട്ട് ഓഫ് വിച്ച് വൺ വെരി ഇമ്പോർട്ടന്റ് കോമോർബിഡിറ്റി ഓർ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഇസ് പ്രഗ്നൻസി ഓർ ഇമീഡിയറ്റ് പോസ്റ്റ്നേറ്റൽ പീരിയഡ്.
അപ്പോൾ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസോസിയേഷൻ ആണ്. പ്രഗ്നൻസി ആൻഡ് ഇമീഡിയറ്റ് പോസ്റ്റൽ പീരിയഡിൽ കോവിഡ് H1N1 കിട്ടിക്കഴിഞ്ഞാൽ many people have progressed suddenly or unexpectedly into a more severe stage. അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം. നെക്സ്റ്റ് ഇസ് എനി പ്രീ എക്സിസ്റ്റിംഗ് ഇൽനസ് ലൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഡയബറ്റീസ് ആയിക്കോട്ടെ, ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, ക്രോണിക് ഓർ സിവിയർ ലിവർ കണ്ടീഷൻസ്, ഹാർട്ട്, ലങ്, ലിവർ, കിഡ്നി, ന്യൂറോളജിക്കൽ ഡിസീസ്, ബ്ലഡ് ഡിസോർഡേഴ്സ്, ഇമ്മ്യൂൺ സപ്രഷനുള്ള കണ്ടീഷൻസ്, ക്യാൻസർ, കീമോതെറാപ്പി, ഇതെല്ലാം ആണ് കോമോബിലിറ്റീസ്. Very familiar because we all dealt with COVID also. Third thing is people who are on long-term steroids because they might have immunosuppression and also see drugs and radiation, etc. Elderly people eppozhum comorbid aanu. More than 60 is worse than less than 60. More than 65 is worse than less than 60. More than 60 ekkalum koodal moshamaanu. More than 65. So older they are, the person is, the more risk is there. ചിൽഡ്രൻ ബിലോ 2 ഇയേഴ്സിന്റെ റിസ്ക് കൂടുതൽ പറയുന്നെങ്കിലും നമുക്ക് അത്ര അധികം ഒരു പ്രോബ്ലം കേസസ് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇൻക്ലൂഡിങ് ഇൻ ഓൾ ദ ചൈൽഡ് ഹെൽത്ത് ഡിവിഷൻസിലും ഒന്നും അത്രയും മേജർ ഇഷ്യൂസ് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തു. ബട്ട് വി സ്റ്റിൽ ഹാവ് ടു ബി അലേർട്ട്. മാനേജ്മെന്റ് ഗൈഡ് ലൈൻസിനകത്ത് കാറ്റഗറി സി, നൗ വി കം ടു കാറ്റഗറി സി. കാറ്റഗറി സി എന്ന് വെച്ചാൽ ILI തന്നെയാണ്, ബട്ട് ദ പേഷ്യന്റ് ഈസ് ഫെയർലി സിക്ക് ആൻഡ് ദേ ഹാവ് എനി വൺ ഉണ്ടായാലും. അപ്പോൾ ഇതിനകത്ത് ചിൽഡ്രൻ, ഇപ്പൊ ചിൽഡ്രനകത്ത് റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയുന്നത് സോംലോഡൻസ്. സോംലോഡൻസ് എന്ന് വെച്ചാൽ അവർ ഉറങ്ങിക്കിടക്കുന്നുള്ളതാണ് ഒരു ഫാക്ട്. കണ്ടിന്യൂസ്ലി കിടന്നുറങ്ങാം. പിന്നെ ഹൈ ആൻഡ് പെർസിസ്റ്റന്റ് ഫീവർ, ഇന്നബിലിറ്റി ടു ഫീഡ്, ആഹാരം വേണ്ട, കഴിക്കുന്നില്ല, കഴിക്കാതിരിക്കുന്ന, വാശി പിടിച്ചിരിക്കുക. കൺവേർഷൻസ് മൈറ്റ് ഹാപ്പൺ ഇൻ ചിൽഡ്രൻ. ഡിസ്നിയ, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ടാക്കിപ്നിയ മുതലായ സിംറ്റംസ് എല്ലാം കുട്ടികളിലും വരാം. സോ ദീസ് ആർ സം ഓഫ് ദ കോമണസ്റ്റ് സിംറ്റംസ് ഇൻ ചിൽഡ്രൻ. അപ്പോൾ ഇതൊക്കെയാണ് റെഡ് ഫ്ലാഗ് സൈൻസ് കുട്ടികളിൽ. ഇനി ABC എന്ന് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അഗൈൻ ടു ബി വെരി പ്രാക്ടിക്കൽ, ടു മേക്ക് എ ഡിസിഷൻ. കാറ്റഗറി A ആണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് എങ്കിൽ വാട്ട് വി ഡു ഇസ്, ഉടനെ മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, സപ്പോർട്ടീവ് കെയർ കൊടുക്കാം. സപ്പോർട്ടീവ് കെയർ മീൻസ് വൺ ഇസ് ന്യൂട്രീഷൻ ആൻഡ് ഓൾ ദാറ്റ്, ദ അതർ ഇസ് യു ഗിവ് വാട്ട് യു കോൾ സിംറ്റമാറ്റിക് മെഡിസിൻസ് ലൈക്ക് പാരസെറ്റമോൾ ഓർ മേ ബി ആന്റിഹിസ്റ്റമിൻ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ, ആൻഡ് ഡീകൺജസ്റ്റന്റ് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. വൈറ്റമിൻ സപ്പോർട്ട് കൊടുക്കുക, സപ്പോർട്ടീവ് കെയർ. സോ യു ഗിവ് സപ്പോർട്ടീവ് കെയർ, watch the patient's progress and modify at 1 day and 2 days or 2 days. അപ്പൊ നമ്മൾ ചോദിക്കണം പേഷ്യന്റിനോട്, ഹൗ ആർ യു ഫീലിംഗ് എന്നുള്ളത് എങ്ങനെയും അറിയിക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും വീണ്ടും വന്ന് കാണിക്കുക, പക്ഷെ ഇപ്പൊ മൊബൈലൊക്കെ ഉള്ള കാലത്ത് അതിന്റെ ആവശ്യമില്ല. യു ക്യാൻ ഓൾസോ ആസ്ക് പേഷ്യൻസ് റെസ്പോണ്ട് ബൈ ഫോൺ ഹൗ ദെയർ കണ്ടീഷൻ ഇസ്. ആർ ഫീൽഡിലുള്ള പേഷ്യന്റിനോട് അവർ ലോക്കൽ ഹെൽത്ത് വർക്കറെ കോൺടാക്ട് ചെയ്യാൻ പറയാം. എങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാച്ച്ഫുൾനെസ് വേണം. 24 to 48 hours വേഴ്സ് ആവുന്നതെന്ന് വാച്ച് ചെയ്യണം. സോ ദാറ്റ് ഇസ് കാറ്റഗറി A. കാറ്റഗറി B1 ആണെങ്കിൽ ആദ്യത്തെ കാലത്ത് നമ്മൾ ഒസൽറ്റാമർ തുടങ്ങണോ വേണ്ടേ, എസ്പെഷ്യലി പേഷ്യന്റ് ഹു വിൽ നോട്ട് കം ഫോർ ഫോളോ, വി സംടൈംസ് യൂസ് ടു സ്റ്റാർട്ട് ഒസൽറ്റാമർ, ബട്ട് നൗ വി റെക്കമെൻഡ് ദാറ്റ് കാറ്റഗറി B1, again no need of ഒസൽറ്റാമർ, but your supportive care should be very sharp and you should be watching the patient. B1 ചിലപ്പോൾ തുടങ്ങേണ്ടി വന്നേക്കാം. കാറ്റഗറി A ഒക്കെ അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്ത് തന്നെ മാറും, മരുന്നില്ലാതെ മാറും. കാറ്റഗറി B1 മൈറ്റ് ബി, യു മൈറ്റ് സംടൈംസ് നീഡ് ഒസൽറ്റാമർ. സോ നമുക്ക് ഫോളോ അപ്പിന്റെ പോസിബിലിറ്റി കൂടെ നോക്കി വേണം തീരുമാനം എടുക്കാൻ. If you feel that this patient is not going to come for follow-up, then you start oseltamivir. If you feel that the patient knows you and will come again regularly, maybe we can wait. But be very cautious with category B1. Category B2, they have comorbidities. So this actually a very issue. We have a large number of patients who have comorbidity and come with ILI. അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോഴേക്കും നമുക്ക് we have no option. It is always safer to start oseltamivir and tell them to take it strictly for the prescribed duration. നിർത്തിക്കളയരുത്, ഇംപ്രൂവ്മെന്റ് തോന്നുമ്പോഴേക്കും നിർത്തിക്കളയരുതെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കാറ്റഗറി C ആണ് ഡെഫിനറ്റ്ലി അഡ്മിഷൻ വേണം. സോ ദെൻ ഐദർ യു അഡ്മിറ്റ് ഇഫ് ഇറ്റ്സ് എ ബിഗ് ഹോസ്പിറ്റൽ, സ്മോളർ ഹോസ്പിറ്റൽ യു റെഫർ ടു എ ബിഗർ ഫെസിലിറ്റി. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ സാധിക്കും, അവിടെ ഒന്നും വലിയ വറി ചെയ്യണ്ട. പക്ഷേ വളരെ സിക്ക് ആണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ പേഷ്യന്റ് സ്റ്റേറ്റസ് യു മൈറ്റ് നീഡ് ടു റെഫർ. ഇനി ഇതിന്റെ ലാസ്റ്റ് ലൈനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ഈ പലരും അന്നും ഇന്നും ഈ മിസ്റ്റേക്ക് കാണിക്കുന്നത്, സ്വാബ് വിട്ടിട്ട് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നു. അതൊരു ഡേഞ്ചറസ് പരിപാടിയാണ്. ബിക്കോസ് ഒരു സ്വാബിനകത്ത് നെഗറ്റീവ് കിട്ടിയോണ്ട് റൂൾ ഔട്ട് ചെയ്യണമെന്നൊന്നുമില്ല. സോ വെൻ യു ഫീൽ ഇറ്റ്സ് എ ക്ലിനിക്കൽ തിങ്. So when you feel that this patient will need oseltamivir, it is always safer to start off. ഒരിക്കലും സ്വാബ് വിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കരുത്.
സ്വാബ് നമ്മളെ റിസൾട്ട് വന്നോട്ടെ, കുഴപ്പമില്ല. റിസൾട്ട് വന്നിട്ട് നെഗറ്റീവ് ആണെങ്കിലും വി വിൽ കണ്ടിന്യൂ ഫോർ ദ കോഴ്സ്. പോസിറ്റീവ് ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ നെവർ വെയിറ്റ്, ബിക്കോസ് സംടൈംസ് ഇറ്റ് മൈറ്റ് ടേക്ക് എ ലോങ്ങർ ടൈം. അൺഎക്സ്പെക്ടഡ് ഡിലേകൾ വരാം. അതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. അപ്പൊ യു ആർ ദ എംഒ ഇൻ എ ഹോസ്പിറ്റൽ, യുവർ സ്റ്റാഫ്, ഫീൽഡ് സ്റ്റാഫ് വിൽ ഓൾ ഹാവ് എ സർട്ടൺ നമ്പർ ഓഫ് ആന്റിനേറ്റൽസ് ഇൻ ദർ ബുക്ക് ആൻഡ് ഇൻ ദർ രജിസ്റ്റർ, ഇൻ ദർ ലിസ്റ്റ്. അപ്പോൾ അവര് ആ ലിസ്റ്റ് പ്രകാരമുള്ള ആന്റിനേറ്റൽസിനെ ആഴ്ചയിൽ 3 തവണ, വൈസ് ത്രീ ടൈംസ് എ വീക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം എപ്പോഴും ഒസൽറ്റാമോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഓൾവേസ് ബെസ്റ്റ് ഇൻ ദ ഫസ്റ്റ് 2 days. അതിന്റെ ഏറ്റവും നല്ല ഇഫക്റ്റ് കിട്ടും. അപ്പൊ ആ ഒരു വിൻഡോ മിസ് ചെയ്ത് പോകാതിരിക്കാനാണ് ആഴ്ചയിൽ 3 തവണ, മൺഡേ, വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ഫോർ എക്സാമ്പിൾ. ആ ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ഫീൽഡ് സ്റ്റാഫും അവരവരുടെ ബുക്കിൽ അല്ലെ രജിസ്റ്ററിലുള്ള ആന്റിനേറ്റൽസിനെ നേരിട്ടോ ഫോൺ വഴിയോ വിളിച്ച് കുഴപ്പമില്ല എന്ന് കൺഫേം ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ. പിന്നെ as MO in charge of that hospital, you should ensure that the JPHs are doing the monitoring. You should also look at their monitoring statistics. നിങ്ങൾ നോക്കണം. നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ സെന്ററിലെ കീഴിൽ എത്ര ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങളും കൂടെ റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്യണം. അങ്ങനെ ആർക്കെങ്കിലും ILI ഉണ്ട്, സോ കാറ്റഗറി B1 B2 ആണെന്നുണ്ടെങ്കിൽ അവരെ ഒസൽറ്റാമർ കൊടുക്കണം. അപ്പൊ കൊടുക്കാൻ JPHs ആയ ആശയായിക്കോട്ടെ അവർ റെക്കമെൻഡ് ചെയ്യുകയും നിങ്ങളെ അറിയിക്കുകയും നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. കൗൺസിൽഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും വളരെ അറിവൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ദേ മൈറ്റ് ഫീൽ ദാറ്റ് പ്രഗ്നൻസിയിൽ മരുന്ന് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സേഫ്റ്റി ഇൻ പ്രഗ്നൻസി ഈസ് ഫെയർലി വെൽ എസ്റ്റാബ്ലിഷ്ഡ്. ഓവർ സോ മെനി ഇയേഴ്സ് വി ഹാവ് നോട്ട് ഹാഡ് എനി ഇഷ്യൂസ് വിത്ത് ഗിവിംഗ് ഒസൽറ്റാമർ ഡ്യൂറിങ് പ്രഗ്നൻസി. ഓൺ ദ അതർ ഹാൻഡ്, പ്രഗ്നൻസിയിൽ അത് കൊടുത്തോണ്ട് നമുക്ക് എത്ര ലൈഫ് സേവ് ചെയ്തു എന്നുള്ളത് നമുക്ക് എണ്ണാൻ സാധിക്കും. അത്ര വലിയ നമ്പർ സേവ് ചെയ്ത് കാണണം. നമുക്ക് ഒരിക്കലല്ലേ മരിക്കുന്നവരെ എണ്ണാം, പക്ഷെ സേവ് ചെയ്തവരെ നമുക്ക് എണ്ണാൻ സാധിക്കില്ല. അതുകൊണ്ട് this you have to be very careful about. And likewise for any category B2 patient, anybody with comorbidity, be very very careful and start oseltamivir, think later. അങ്ങനെയാണ്. ഒസൽറ്റാമർ കൊടുക്കുന്ന ഡോസേജ് ഷെഡ്യൂളൊക്കെ നമ്മുടെ കാറ്റഗറി ഗൈഡ് ലൈൻസ് നിങ്ങളുടെ അവിടെയൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ പലപ്പോഴും ഡിസ്പ്ലേ ചെയ്ത് പല സ്ഥലത്തും ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സാധനം DHS വെബ്സൈറ്റിലുണ്ട്. സോ ദിസ് ഇസ് എ വെരി സ്റ്റാൻഡേർഡ് തിങ്. വെയിറ്റ് അനുസരിച്ചാണ്. പല ഡോസും ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ക്യാപ്സ്യൂൾസ് ഒരു ടൈപ്പേ ഉള്ളൂ, 75 ക്യാപ്സ്യൂളേ ഉള്ളൂ. ഇപ്പോൾ എനി പേഴ്സൺ, എനി ചിൽഡ്രൻ വെയിങ് ബിലോ 15 kg ആണ് 30 mg BD മതി. 15 to 23 എന്ന് പറയുമ്പോൾ 45 mg വേണം. 24 to 40 kg ആണ് 60 mg വേണം. 40ന്റെ മുകളിലുള്ള എല്ലാവർക്കും ഒരേ ഡോസാണ് 75 BD. അപ്പൊ ഈ താഴെയുള്ള ഡോസ് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കാണാം. ക്യാപ്സ്യൂൾ 75 ഉള്ളു. ആദ്യകാലത്ത് സിറപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ സിറപ്പ് ഇസ് 2 things. വൺ ഇസ് ബിഗ് ബോട്ടിൽ, then what you call is contains a large quantity. ഒരു കുട്ടിക്ക് മേടിക്കുമ്പോൾ ഭയങ്കര വേസ്റ്റേജ് ആണ്. അപ്പൊ കാശും മെറ്റീരിയലും വേസ്റ്റേജും ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും കുട്ടികൾക്കും ക്യാപ്സ്യൂൾ തന്നെ യൂസ് ചെയ്യും. വി വിൽ സി ഹൗ. ആൻഡ് ബിഫോർ ഗോയിങ് ടു ഹൗ യു ഡു ഇറ്റ്, ഈ ഇൻഫന്റിനും ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. സോ അവിടെ ലെസ് ദാൻ 3 months 12 mg BD for 5 days, 3 to 5 months 20 mg BD for 5 days, and 6 to 11 months 25 mg BD for 5 days. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ലോവർ ഡോസ് കൊടുക്കുന്ന എങ്ങനെയാണ് ക്യാപ്സ്യൂളുടെ കണ്ടന്റ് എടുത്ത് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ക്യാപ്സ്യൂളിനകത്ത് പൊടിയുണ്ട്, നമുക്കറിയാലോ. കെയർഫുള്ളി പേഷ്യന്റിനെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക. കെയർഫുൾ ആയിട്ട് ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് ക്യാപ്സ്യൂൾ തുറന്ന് അതിനകത്തുള്ള പൗഡർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പൗഡർ ക്യാൻ ബി മിക്സ്ഡ് ഇൻ പൗഡേർഡ് ഷുഗർ. എന്തിനാ പൗഡേർഡ് ഷുഗർ? സാധാരണ പഞ്ചസാരയ്ക്ക് മിക്സ് ചെയ്ത് ചിലപ്പോൾ പൊടിയെല്ലാം കൂടെ അടിയിൽ നിൽക്കും, പഞ്ചസാര മുകളിൽ നിൽക്കും. പഞ്ചസാര ഫൈനായിട്ട് മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഫൈൻ ഡസ്റ്റ് പോലെ ഇരിക്കും. അതിനകത്ത് ഈവൻ ആയിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ then you are sure that almost it is evenly dispersed, or maybe in honey or jam. അതുപോലെയൊക്കെ ഈവൻ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഇപ്പൊ 30 mg വേണമെങ്കിൽ ഇറ്റ് ഇസ് റഫ്ലി ഹാഫ്. 75 ഏതാണ്ട് ഹാഫ്. സോ ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തെറ്റില്ല. 45 എന്ന് പറയുമ്പോഴേക്ക് ഏതാണ്ട് 1/4 ഭാഗമായി. 60 is just a small quantity, 1/5 can be removed. അപ്പോൾ 60 mg നമ്മൾ എടുത്ത ഡോസിന് 1/5 റിമൂവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് 60 mg BD കൊടുക്കേണ്ടി വന്നിട്ട് നമ്മൾ ഓരോ ക്യാപ്സ്യൂൾ തന്നെ കണക്കാക്കിയിട്ട് 10 എണ്ണം തന്നെ കൊണ്ടുപോകാൻ പറയണം. 45 mg എന്ന് പറയുമ്പോഴും കുറച്ച് വേസ്റ്റേജ് ഒക്കെ വരുന്ന എക്സ്പെക്ട് 10 ക്യാപ്സ്യൂൾ തന്നെ കൊടുക്കാം. 30 mg BD മതി എന്നുണ്ടെങ്കിൽ ഹാഫ് ദ നമ്പർ ഓഫ് ക്യാപ്സ്യൂൾ പേഷ്യന്റ് പ്രിസ്ക്രൈബ് ചെയ്താൽ മതി. കാരണം ഈസി ആയിട്ട് ഹാഫ് ആൻഡ് ഹാഫ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേസ്റ്റേജ് കുറവായിരിക്കും അതിന്. സോ ആ രീതിയിൽ നമ്പർ ഓഫ് ക്യാപ്സ്യൂൾസ് എത്ര എണ്ണം നമ്മൾ ഫാർമസിയിൽ നിന്ന് കൊടുക്കണമെന്നും എഴുതി കൊടുക്കാം. സോ ദാറ്റ് ഇസ് ദ ഷെഡ്യൂൾ. Now we talked of treatment so far. Now about chemoprophylaxis. Chemoprophylaxis എന്ന് പറയുന്നത് H1N1 ഒരു എപ്പിഡമിക് ആയിട്ട് ഇരുന്ന കാലത്ത് കോൺടാക്ട്സിന് കൊടുക്കുന്ന കാര്യത്തിലാണ് ഇത് ഇമ്പോർട്ടൻറ്റ് വന്നത്.
ആദ്യകാലത്തൊക്കെ നമ്മൾ ഒരു പേഷ്യന്റിനെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാ കോൺടാക്ട്സിനെയും ലിസ്റ്റ് ചെയ്ത് സകലയാക്കും കൊടുക്കുമായിരുന്നു. ബിക്കോസ് അന്ന് ഒരു റയർ ഡിസീസ് ആയിരുന്നപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമായിരുന്നു. ബട്ട് ആഫ്റ്റർ ഇറ്റ് ഇസ് അക്വയർഡ് എൻഡമിസിറ്റി ആൻഡ് ഇറ്റ് ഇസ് ദയർ ഇൻ ദ ജനറൽ പോപ്പുലേഷൻ ഇടയ്ക്കുന്ന ഒരു റിസർവയറായിട്ട് എപ്പോഴും നിൽക്കുന്ന കൂട്ടത്തിൽ ഇനി അങ്ങനെ ഒരു വൈഡ് സ്പ്രെഡ് കീമോ പ്രൊഫിലാക്സ് ആവശ്യമില്ല. Therefore, for family contacts, സ്കൂൾ കോൺടാക്ട്, സോഷ്യൽ കോൺടാക്ട്സ്, പോസിറ്റീവ് കേസ് പലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ലിസ്റ്റ് ചെയ്ത് കോൺടാക്ട്സ് നോക്കുമ്പോൾ ഇതെല്ലാം ഈ സ്ഥലത്തെല്ലാം കോൺടാക്ട്സ് ഉണ്ടാവും. ഇറ്റ് ഈസ് ജനറലി നോട്ട് നീഡഡ്. പക്ഷേ ക്ലോസ് കോൺടാക്ട് ഓഫ് ഡോക്യുമെന്റഡ് കേസ് അതിനകത്ത് ഹൈ റിസ്ക് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഡോസ് വൺസ് ഡെയിലി ഫോർ 10 days കൊടുക്കാം. ക്ലോസ് കോൺടാക്ട് അല്ല, അല്ലെങ്കിൽ കോമോബിലിറ്റി ഇല്ല, അവരെ നമ്മൾ അടുത്ത 10 ദിവസത്തേക്ക് സർവൈലൻസിനകത്ത് ഇരിക്കണം. വി ഷുഡ് ഫോളോ ദം അപ്പ് ആൻഡ് സീ ദാറ്റ് ദേ ആർ ഓക്കെ. 10 ദിവസം ഓക്കെ ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം then you are okay, പിന്നെ ഫർദർ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് 7 to 10 days അവരെ വാച്ച് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ സ്കൂളിലൊക്കെ ഇവർ നിരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്കൂൾ പോലത്തെ സ്ഥലങ്ങളിൽ ഒരു കാര്യമുള്ളത്, there are certain situations where there is mass panic and all that, where a small number of contacts might be given, but mainly അവിടെ നമ്മൾ we are not doing a very medical or very scientific thing. Sometimes to counter a social situation locally, sometimes നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം. But try to stick to the scientific method and watch them, reassure them, recommend watchfulness, ask them to continue and take good supportive care. ഇതൊക്കെ ചെയ്തിട്ട് എപ്പോഴും സിംറ്റംസ് അവർക്ക് ആ ടൈം ഫ്രെയിമിനകത്ത് വരികയാണെങ്കിൽ then treat that patient as category 1 ആകാം, category A ആകാം, B ആകാം, C ആകാം, അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. So this is schema prophylaxis. ഇതൊരു പനി ഗൈഡ് ലൈൻ. പനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പനി പേടിയുള്ളതുകൊണ്ട് അന്ന് മോൺസൂൺ പ്രിപ്പയർനെസിന്റെ ഭാഗമായിട്ട് പനി ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് എ ലോക്കൽ വെരി വെരി സിമ്പിൾ കൈൻഡ് ഓഫ് അഡ്വൈസ് വിച്ച് ദ പേഷ്യൻസ് ആൻഡ് പബ്ലിക് മൈറ്റ് ഫൈൽ വെരി കംഫർട്ടബിൾ വിത്ത്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്, DHS വെബ്സൈറ്റിൽ ഉള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്തോ പോസ്റ്റർ ആക്കിയൊക്കെ ഡിസ്പ്ലേ ചെയ്യാം. ബിക്കോസ് OP യിലൊക്കെ വരുന്ന ആൾക്കാർ ആവശ്യമില്ലാതെയും പനി എന്ന് പറഞ്ഞ് ഓടും, ചിലർ തെറ്റായ ചികിത്സകൾ ചെയ്യും. അതൊക്കെ ഒഴിവാക്കാൻ ഇത് നല്ലതാണ്. ഈ കമ്മ്യൂണിറ്റി അവയർനെസ് പറയുന്നത് എന്തൊക്കെയാണ്? ജനറൽ ആയിട്ട് ഇപ്പോൾ H1N1 എന്നോ കോവിഡ് എന്നോ വൈറൽ ഫീവർ എന്നൊന്നും ചിന്തിക്കാതെ at all times it is always good to increase your immunity. Any situation where there is higher chance of getting illness or a viral fever or whatever, maintaining nutrition very important. So keep on eating food. സുഖം ഇല്ലാത്തപ്പോൾ നമ്മുടെ നാട്ടുവിശ്വാസങ്ങൾ അനുസരിച്ച് ആഹാരം കഴിക്കാതിരുന്ന അബദ്ധമാണ്. സോ കീപ്പ് ഓൺ ടേക്കിംഗ് ഫുഡ്. സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് എടുക്കാം, മോർ ഫ്രീക്വന്റ്ലി ചെയ്യാം. ചിലർക്ക് ദഹനക്കേടെന്നും നെഞ്ചരിച്ചിലെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്മോളർ ക്വാണ്ടിറ്റി ബട്ട് മോർ ഫ്രീക്വന്റ്ലി. ദെൻ ഫ്ലൂയിഡ്സ്, വാം ഓറൽ ഫ്ലൂയിഡ്സ് തന്നെ ഒരു ഇറ്റ് ആക്ട്സ് ആസ് എക്സ്പെക്ടറന്റ്, ഇറ്റ് ആക്ട്സ് ആസ് ന്യൂട്രിയന്റ്, ഇറ്റ് ആക്ട്സ് ആസ് കംഫർട്ട്. 3 കാര്യമുണ്ട്. സോ അതുകൊണ്ട് എക്സ്പെക്ടറന്റ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്രീഷൻസിൽ ഡയല്യൂട്ട് ചെയ്യുന്നത്. ന്യൂട്രീഷനായിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? യു കൻ ഗിവ് തിങ്സ് ലൈക്ക് കഞ്ഞിവെള്ളം വിത്ത് സോൾട്ട്, ലൈം ജ്യൂസ് എക്സെട്ര ടു മേക്ക് ഇറ്റ് മോർ ടേസ്റ്റി, പാലറ്റബിൾ ആൻഡ് ആപ്പിറ്റൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈം ജ്യൂസ് ഒക്കെ ആഡ് ചെയ്യാം, കഞ്ഞിവെള്ളം. സോ അതെല്ലാം എവറിത്തിങ് ഷുഡ് ബി ഗിവൺ വാം. ഈ നമ്മുടെ നാട്ടിൽ പൊതുവേ ചെയ്യുന്ന ചില കാര്യങ്ങൾ, വെറുതെ ചൂടുവെള്ളം കുടിച്ച് നിറയ്ക്കുക, ജീരകവെള്ളം, കൊരിങ്ങാലി വെള്ളം, കട്ടൻ തേയില, കട്ടൻ ചായ, കട്ടൻ കാപ്പി. അപ്പൊ അതൊന്നും വലിയ ന്യൂട്രീഷണൽ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് അതിനെയൊക്കെ ഡിസ്കറേജ് ചെയ്ത് കഞ്ഞിവെള്ളം പോലത്തെ ഫ്ലൂയിഡ്സ് കഴിക്കുകയാണെങ്കിൽ പേഷ്യന്റ് വിൽ ഫീൽ ബെറ്റർ മച്ച് ഫാസ്റ്റർ. സോ ഇതൊക്കെ കാറ്റഗറി എയിൽ ഏറ്റവും പെട്ടെന്ന് ഒരു ടേൺ അറൗണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്തിട്ട് ദേ വിൽ ഫീൽ യു കൻ ഓൾസോ ഗെറ്റ് റീഅഷ്യൂർ. അപ്പൊ അതുകൊണ്ട് ആ നേരത്തെ പേഷ്യന്റിന് ഇതിനു വേണ്ടി നമുക്ക് ഈ കാര്യങ്ങൾ സപ്പോർട്ടീവ് കെയർ എല്ലാം റെക്കമെൻഡ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ. സോ പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ കമ്മ്യൂണിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കോഫ് എറ്റിക്കറ്റ്. കോഫ് എറ്റിക്കറ്റ് നമ്മളിപ്പോൾ മാസ്കിന്റെ സീസൺ പിന്നെയും പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ മാസ്ക് ഒന്നും ഇവിടെ ഇല്ല. But it is very important to maintain cough etiquette, that is using a handkerchief to cover your nose and mouth while coughing and sneezing. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൻഡ് വാഷ്, അത് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാൻഡ് വാഷ് ഫ്രീക്വൻ്റ്ലി, കൈ കഴുകുന്ന സോപ്പ് ആൻഡ് വാട്ടർ വാഷ് വെരി വെരി യൂസ്ഫുൾ. ദെൻ സെൽഫ് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഈ സ്ട്രിക്ട് സെൻസ് ഓഫ് ഐസൊലേഷൻ ഇല്ലെങ്കിലും ക്രൗഡ്സിൽ പോകാതിരിക്കുക, ജോലിക്ക് പോകുന്ന ഒരാൾ ജോലിക്ക് 2 ദിവസം പോകാതിരിക്കുക, അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകേണ്ട കുട്ടികൾ പോകാതിരിക്കുക 2 ദിവസത്തേക്ക്. അപ്പൊ അങ്ങനെ ഒരു ടേക്കിംഗ് ലീവ്, അവോയ്ഡിങ് മിക്സിംഗ് വിത്ത് ക്രൗഡ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിറ്റിക്കകത്ത് ഏത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കണം, പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ പോലെ. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഏർലി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്
reporting to a doctor if there are symptoms. അപ്പോൾ എന്തെങ്കിലും റെഡ് ഫ്ലാഗ് സൈൻസ് അപ്പിയർ ചെയ്യുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിംറ്റംസ് ഇൻക്രീസ് ചെയ്യുന്നു, symptoms are not getting better in the expected time, or then your symptoms are mild but the patient belongs to a high risk group. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റ് എന്നോട് തന്നെ പറയണം, നമ്മൾ ഡോക്ടറെ വന്ന് കാണണം, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യരുത്, വെച്ച് നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് നമുക്ക് പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്യാം. ഇനി ടെസ്റ്റിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. നമ്മൾ ഇപ്പോൾ ടെസ്റ്റിംഗ് എല്ലാ പേഷ്യന്റും ഇൻഡിക്കേറ്റർ അല്ല. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് സർവൈലൻസ് ടെസ്റ്റിംഗ് ആണ്. ആ സർവൈലൻസ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ഒരു പേഷ്യന്റിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു പേഷ്യന്റ് നോക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ സർവൈലൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ DSO ആയിട്ട്, അതായത് ഡിസ്ട്രിക്റ്റിലെ DSO ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ഫോൺ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ദേ വിൽ ഗൈഡ് യു ഇൻ ദ പ്രോസസ് ടേക്കിംഗ് ദ ത്രോട്ട് സ്വാബ് ആൻഡ് ഡിസ്പാച്ചിങ്. ആഫ്റ്റർ ദ കോവിഡ് സീസൺ ത്രോട്ട് സ്വാബ് എടുക്കലും വിടലൊക്കെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയതുകൊണ്ട് there is no problem at all. Everyone is able to do it very easily. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ DSO ആയിട്ട് കൺസൾട്ട് ചെയ്ത് വിടുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ് ഹൈജീൻ, ഫ്രീക്വന്റ് ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് ഹൈജീൻ നേരത്തെ പറഞ്ഞതാണ്, അത് ഇൻക്ലൂഡഡ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ടെസ്റ്റിംഗിന്റെ കാര്യത്തിൽ സം മോർ ഡീറ്റെയിൽസ്. നൗ സോ വി ആർ ഡൂയിങ് എ സെന്റിനൽ ടൈപ്പ് ടെസ്റ്റിംഗ്, ദാറ്റ് ഇസ് സർവൈലൻസ് ആണ്. സോ ബേസിക്കലി നമുക്ക് ഈ നാട്ടിൽ ഇതുണ്ടോ, ട്രെൻഡ് എങ്ങനെയാണ് എന്നറിയാനാണ് ബേസിക് ടെസ്റ്റിംഗ്. അപ്പൊ അതിന് ഓരോ ഡിസ്ട്രിക്റ്റിലും DSOന്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ കിട്ടും. ദാറ്റ് സാമ്പിൾസ് വിടാൻ ബൈ റൊട്ടേഷൻ, പല ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാൻ ജിയോഗ്രഫിക്കലി റൊട്ടേറ്റ് ചെയ്ത് പല ഹോസ്പിറ്റലിൽ നിന്നും ഒരാഴ്ചയിൽ ഒരു ദിവസമോ ചിലപ്പോൾ ഒരാഴ്ചയിൽ 2 ദിവസം ഒരു പേഷ്യന്റ് 2 പേഷ്യന്റിനെ സാമ്പിൾ വിടുക എന്നുള്ളത്, ദാറ്റ് ഇസ് എ സോർട്ട് ഓഫ് സെന്റിനൽ സർവൈലൻസ്. സ്വാബ് പോസിറ്റിവിറ്റി റേറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയാണ്. സോ അതല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അൺയൂഷ്വൽ ക്ലിനിക്കൽ പ്രസന്റേഷൻ, യു ഫീൽ ദാറ്റ് ദിസ് പേഷ്യന്റ് മൈറ്റ് ബി H1N1. അപ്പോൾ അൺയൂഷ്വൽ ക്ലിനിക്കൽ പ്രസന്റേഷൻ ഇപ്പൊ നമുക്ക് ഈവൻ എൻസെഫലൈറ്റിസും എൻസെഫലോപ്പതിയും ഒക്കെ ഇതുകൊണ്ട് വരുന്നുണ്ട്. സോ എനി അൺയൂഷ്വൽ ക്ലിനിക്കൽ പ്രസന്റേഷൻ വേർ ദ പേഷ്യന്റ് ഇസ് ഗെറ്റിംഗ് വേഴ്സ്, അവിടെ നമുക്ക് ഇതും കൂടെ വൈറൽ സ്ക്രീനിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. റിട്രോസ്പെക്റ്റീവ് കൺഫർമേഷൻ, സസ്പെക്ട് ഡെത്ത്, H1N1 സസ്പെക്ട് ഡെത്തിൽ റിട്രോസ്പെക്റ്റീവ് കൺഫർമേഷൻ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം, ലങ് ജ്യൂസ് എടുത്തിട്ട് നോക്കേണ്ടി വരും. ഫെയിലിയർ ടു റെസ്പോണ്ട് ആഫ്റ്റർ 5 days ഓഫ് കൺവെൻഷണൽ ഒസൽറ്റമർ തെറാപ്പി. നമ്മൾ H1N1 ആണെന്ന് പറഞ്ഞ് ഒസൽറ്റമർ കൊടുക്കുന്നു. യൂഷ്വലി യു സ്റ്റാർട്ട് പ്രിസംപ്റ്റീവ്ലി ആൻഡ് യു ആർ കണ്ടിന്യൂയിങ് ദ ട്രീറ്റ്മെന്റ്. ആഫ്റ്റർ 5 days ഓൾസോ നോ റെസ്പോൺസ് എന്ന് പറയുമ്പോഴേക്കും then you want to know whether this is something else. അപ്പോൾ ഇതിനും കൂടെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിടുന്നു. ആൻഡ് ലാസ്റ്റ് തിങ് ഇസ് വെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിപ്പോൾ സ്കൂളാകാം, ഒരു വലിയ ഹോസ്റ്റലാകാം, ഒരു IT ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ IT പാർക്ക് പോലത്തെ സ്ഥലങ്ങളിലോ, അല്ലെങ്കിൽ ബിഗ് ഫാക്ടറി വേർ ദർ ആർ സോ മെനി എംപ്ലോയീസ്, ഓർ മേ ബി ഒരു ജയിൽ ക്യാമ്പസ്, ഒരു പോലീസ് ക്യാമ്പ് ആകാം. അങ്ങനെയൊക്കെയുള്ള ഈ ക്യാമ്പ്സ് ടൈപ്പ് ഓഫ് കമ്മ്യൂണൽ ലിവിംഗ് ഉള്ള സ്ഥലത്ത് നമ്മളിത് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണം. ദെൻ ടെസ്റ്റ് ചെയ്ത മെത്തേഡ് നമുക്ക് ത്രോട്ട് സ്വാബ് ഇപ്പോൾ ഒട്ടും അധികം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ ഒരു ത്രോട്ട് സ്വാബ് ഒരു നേസൽ സ്വാബ് കൂടെ ഒരുമിച്ച് വീട്ടി അതിനകത്ത് ഇടുകയാണ്. സോ 1 throat swab and 1 nasal swab. Combined swab is always better than single swab. ഡാക്രോൺ സ്വാബ് എടുക്കുന്നു, VTM ട്യൂബിനകത്ത് ഇടുന്നു. വിടാൻ ഡിലേ വല്ലതും ഉണ്ടെങ്കിൽ 2 to 8 degrees റെഫ്രിജറേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ട്രിപ്പിൾ ലെയർ പാക്കിംഗ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ലൈക്ക് കോവിഡ് സാമ്പിൾ. സോ ഫോർ ദ ടെസ്റ്റിംഗ് പ്രോസസ് യു ഷുഡ് ഓൾവേസ് ടേക്ക് ദ ഗൈഡൻസ് ഓഫ് DSO. അപ്പോൾ DSOനെ വിളിക്കുക, എക്സാക്ട്ലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളെ ഗൈഡ് ചെയ്ത് ഡിസ്പാച്ച് മറ്റു കാര്യങ്ങൾ ഗൈഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് ടെസ്റ്റിംഗ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി ട്രിവാൻഡ്രം, അവിടെ അത് അവൈലബിൾ ആണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ട്രിവാൻഡ്രം, നമ്മുടെ വൈറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഉണ്ട് മെഡിക്കൽ കോളേജസിൽ, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, അവിടെ അവൈലബിൾ ആണ്. NIV ആലപ്പുഴ. അപ്പൊ ഇത്രയും ലാബ്സ് ആണ് ഇതിന്റെ ലോഡ് മെയിൻലി എടുക്കുന്നത്. സോ ആ റിസൾട്ട്സ് ആണ് നമുക്ക് മോർ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ അത് അല്ലെങ്കിലും എല്ലാ നേരത്തും വേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഹോസ്പിറ്റൽ എൻവയൺമെന്റ് ആയിക്കോട്ടെ, പേഴ്സണലായിട്ട് വീട്ടിലൊരു പേഷ്യന്റിനെ മാനേജ് ചെയ്യുമ്പോഴായിക്കോട്ടെ, വേറൊരു ക്രൗഡഡ് എൻവയൺമെന്റിലായിക്കോട്ടെ, എല്ലാ നേരത്തും ഇൻഫെക്ഷൻ കൺട്രോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യുക. നല്ല വെന്റിലേഷൻ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ OP അകത്തൊക്കെ നമ്മൾ പറയില്ലേ, OP റൂമിനകത്ത് ക്രൗഡ്സിനെ എൻകറേജ് ചെയ്യുന്ന ഒട്ടും നല്ലതല്ല. പിന്നെ ജനലും വാതിലൊക്കെ എപ്പോഴും ഓപ്പൺ ആയി വെച്ചിരിക്കുക. എയർ കണ്ടീഷനിങ് എപ്പോഴും ഒരു നല്ലതല്ലാത്ത കാര്യമാണ്. പക്ഷേ ഫാനുകൾ യൂസ് ചെയ്യുക, OPയിലെ ജനലും വാതിലും ഓപ്പൺ ആണ്. ആൻഡ് എസ്പെഷ്യലി എക്സോസ്റ്റിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. എക്സോസ്റ്റ് ടൈപ്പ് വെന്റിലേഷൻ നല്ലതാണ്.
എക്സോസ്റ്റ് ഫാൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ബട്ട് ദേ ആർ നോയ്സി ജനറലി, അതാണ് കുഴപ്പമുള്ളത്. ബട്ട് ഓർഡിനറി ടേബിൾ ഫാൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ജനലിന്റെ അടുത്ത് പുറത്തോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ഓൾവേസ് എൻ എൻട്രി, ഒരു എക്സിറ്റ് ഓഫ് എയർ ഔട്ട്വേർഡ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. സോ അങ്ങനെ വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Then also keeping surfaces and environments free of contamination of different kinds. അതിന് ഇപ്പോഴും നമ്മൾ ബ്ലീച്ച് സൊല്യൂഷൻ തന്നെയാണ്. 1%, പണ്ട് നമ്മൾ 0.5% ആയിരുന്നു. അപ്പോൾ വി ജനറലി റെക്കമെൻഡ് 1% ബ്ലീച്ച് സൊല്യൂഷൻ. അത് വെച്ച് പീരിയോഡിക് വൈപ്പിംഗ് ഓഫ് സർഫസസ് വിത്ത് ദിസ് സൊല്യൂഷൻ, ഫ്രീക്വന്റ് ഹാൻഡ് വാഷ് വിത്ത് ആന്റിസെപ്റ്റിക് സോപ്പ് ആൻഡ് വാട്ടർ. അപ്പോൾ ഇതെല്ലാം പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ഓൾസോ യൂസ് ഓഫ് എ മാസ്ക്, എസ്പെഷ്യലി ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നൊക്കെ പറയുമ്പോൾ ഈ സീസൺ അത്ര നല്ലതല്ലാത്ത സീസണാണ്, വി ഓൾ നോ. സോ അതുകൊണ്ട് ഈ നേരത്തൊക്കെ മാസ്ക് ഹോസ്പിറ്റൽ എൻവയൺമെന്റ് പ്രോപ്പറായി മൂക്കിന്റെ മുകളിലും താഴോട്ടൊക്കെ കവർ ചെയ്യുന്ന വിധത്തിൽ മാസ്കിന്റെ യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ കീപ്പിംഗ് യുവർ ജനറൽ ഹെൽത്ത് ഗുഡ്. ദീസ് ആർ ദ പേഴ്സണൽ തിങ്സ്. എൻവയൺമെന്റ് ഇസ് കീപ്, ആസ് ഐ സെഡ്, വെന്റിലേഷൻ ആൻഡ് ക്ലീനിങ് പ്രോസസ് ടു ബി ഡൺ neatly and systematically. So now we have gone through the main area of H1N1 and influenza. Seasonal influenza ഞാൻ പറയാൻ വിട്ടുപോയി. Seasonal influenza H3N2 എന്നുള്ള റിസൾട്ട്സ് ആണ് വരിക. The symptoms are similar. The response to oseltamivir also is similar. So they all come under the same ILA category. So whether this H1N1 എന്ന റിസൾട്ട് ആണെങ്കിൽ ശരി, റിസൾട്ട് നമ്മൾ നോക്കിയല്ലോ സ്റ്റാർട്ട് ചെയ്തത്. We are doing it empirically. But suppose you get a result H1N1 or H3N2, these are all equally treatable and same protocol is there for both. പിന്നെ സംശയങ്ങൾ. അപ്പോൾ ഇത് ഒരു ബേസിക് സാധനമാണ്, ബട്ട് യു മൈറ്റ് ഹാവ് ഡൗട്ട്സ് അബൌട്ട് എനി ഓഫ് ദീസ് തിങ്സ് അറ്റ് എനി ടൈം. സോ ദെൻ വാട്ട് യു ഡു ഇസ് യു കൻ കോൾ പീപ്പിൾ ലൈക്ക് ദ DSO. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ DSO ആണ് നിങ്ങളുടെ ഗൈഡൻസ്. സോ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ നമ്പർ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലാണ്. ഈച്ച് ആൻഡ് എവറി മെഡിക്കൽ ഓഫീസർ ഹു ഇസ് അറ്റൻഡിങ്, യു വിൽ ഹാവ് ദ നെയിം ഓഫ് യുവർ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ. അത് കയ്യിൽ വേണം. And you can call them, they will give you guidance which is locally specific. Second thing is, say you want to discuss with somebody, then you can call Disha. ദിശയാണ് നമ്മുടെ ഹെൽപ്പ് ലൈൻ. അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ട് ഒരു നമ്പർ മാത്രമായിരുന്നു, അതിനുശേഷം ഇപ്പൊ നമുക്ക് 3 നമ്പർ ഉണ്ട്. So there is a landline number which is there, 2552056 with Trivandrum code. There is also direct dial numbers 1056 and 104. So ഈ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് clarifications കിട്ടും. So I think that is all about the H1N1. So now we will go to any discussion that anybody wants. I think most of the situations I have dealt with, diabetes control very important. Comorbidity ne patti paranjappozhekkum diabetes is one condition where you can control. അപ്പോൾ അത് ഇപ്പം നമ്മൾ കോവിഡിന്റെ സീസണിൽ പറഞ്ഞ ഇവിടെ ഇത് വാലിഡ് ആണ്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള എല്ലാ വീടുകളിലും എല്ലാ പേഷ്യന്റെ കയ്യിലും ഒരു ഒരു ഗ്ലൂക്കോമീറ്റർ ഒക്കെ ഉണ്ട്. ഒരു ടൈറ്റ് കൺട്രോൾ ഓഫ് ഡയബറ്റീസ് ഇസ് ഓൾവേസ് എ ഗുഡ് തിങ്, ബിക്കോസ് ഇറ്റ് ഇസ് എ കോമോർബിഡ് കണ്ടീഷൻ വിച്ച് കൻ വേഴ്സൺ എനി അതർ ഇൽനസ് ഓർ എനി അതർ ഇൻഫെക്ഷൻ. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് നമ്മൾ ലാബിൽ പോയി ഷുഗർ ഒക്കെ നോക്കുന്നതിനേക്കാളും പലപ്പോഴും മോർ കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ഓൾസോ മോർ സേഫ് ഇസ് ദാറ്റ് യു കൻ do it safely. Yeah, doubts difference between ILA and upper respiratory tract infection. Upper respiratory tract infections might not have this nasal condition. You have influenza. It is basically, there is no very hard line dividing these two, but it is basically a situation where the symptoms are fairly fast onset and a bit more severe. Presumptive, bit more severe than the ordinary daily. You see so many patients. കണ്ടോണ്ടിരിക്കുമ്പോൾ വൺ പേഷ്യന്റ് യൂസ് എനിക്ക് സാധാരണ വരുന്നതിനേക്കാളും കുറെ കൂടെ സിവിയർ ആണ്, ഇത്ര വരാറില്ല, പ്രതിഫലം കൂടുതലാണ്. പിന്നെ സിംറ്റംസ് ഈ പറഞ്ഞ പോലെ ബോഡി ഏക്ക് ആയിക്കോട്ടെ, ഹെഡേക്ക് ആയിക്കോട്ടെ, ലാക്ക് ഓഫ് ആപ്പിറ്റൈറ്റ് ആയിക്കോട്ടെ, ജനറൽ മലൈസ് ആയിക്കോട്ടെ, ഇതൊക്കെ കുറച്ചുകൂടെ വേഴ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ ILA എന്ന് വിളിക്കുന്നു. സഹാന കാറ്റഗറി വൺസ് മോർ ഞാൻ പറയാം. കാറ്റഗറി A, B, C 3 കാറ്റഗറി. എ എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആണ്. ഈ പറഞ്ഞ സിംറ്റംസ് ഫീവർ, ഹെഡേക്ക്, ബോഡി ഏക്ക്, കോഫ്, സ്നീസിങ്, റണ്ണിങ് നോസ്, ഇതെല്ലാം ത്രോട്ട് പെയിൻ, ഡിഫിക്കൽട്ടി ഇൻ സോൾ, ഇതെല്ലാം വളരെ മൈൽഡ് ആണെങ്കിൽ കാറ്റഗറി A. കാറ്റഗറി B എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ബിറ്റ് മോർ സിവിയർ ദാൻ യു എക്സ്പെക്ട്. മേ ബി ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് കണ്ടു, അല്ലെങ്കിൽ പേഷ്യന്റ് തന്നെ പറയുന്നു ഇത് സാധാരണ വരുന്നതിനേക്കാളും കുറേ കൂടെ സിവിയർ ആയിരുന്നു.
അപ്പോൾ അതാണ് കാറ്റഗറി ബി. ബിക്കകത്ത് കാറ്റഗറി B2 ഉണ്ട്. സോ ദാറ്റ് ഇസ് B1. നൗ B2 എന്ന് പറയുന്നത് മൈൽഡ് ആണ്, ഈക്വൽ ടു കാറ്റഗറി എ, വെരി മൈൽഡ്, ബട്ട് ദ പേഴ്സൺ ഹാസ് സം what you call comorbid conditions like either pregnancy, physiological, or any of the other pathological comorbid conditions, diabetes, hypertension, cardiac diseases, obesity, പിന്നെ മറ്റ് ലോങ് ടേം ഡിസീസ് ഓഫ് ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, ഇമ്മ്യൂൺ സപ്രഷൻ, HIV, AIDS, കീമോതെറാപ്പി, ക്യാൻസർ. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് കാറ്റഗറി B2 എന്ന് പറയുന്നത്. കാറ്റഗറി സി എന്ന് പറയാൻ വരുമ്പോഴേ ന്യൂമോണിയ ടൈപ്പ് ഫീച്ചേഴ്സ് ഉള്ള പേഷ്യൻ്റ് ആണ്, വെരി സിക്ക് ആൻഡ് സാച്ചുറേഷൻ ഡ്രോപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ കോവിഡിൽ കാണുന്ന ഒരു സിക്ക് പേഷ്യന്റ് കാണുമ്പോൾ അത് കാറ്റഗറി സി. സോ അതാണ് 3 കാറ്റഗറി. Then somebody has asked the role of steroids. Steroids പൊതുവെ be very cautious with steroids. ഇപ്പൊ കോവിഡിലൊക്കെ ചില റോൾസ് ഒക്കെ സ്റ്റിറോയിഡ് നമ്മൾ കൊടുത്തിരുന്നു. ഫോർ H1N1 we do not generally what you call think of steroids because you are giving the treatment anyway, and steroids it is always wiser to stay off steroids. ഇപ്പൊ റെസ്പിറേറ്ററി കണ്ടീഷൻ, ഇപ്പൊ ആസ്മയും വീസിംഗ് ഒക്കെ ഉള്ള കണ്ടീഷനിൽ ഇപ്പൊ ഇൻഹേൽ steroids യൂസ് ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഇസ് ഓൾ ഓക്കെ. പക്ഷെ അല്ലാതെ ഓറൽ steroids യൂഷ്വലി ഇറ്റ് ഇസ് നോട്ട് ദെയർ ഇൻ ദ പ്രോട്ടോകോൾ ഫോർ H1N1 per se. ഈ ഒസൽറ്റാമോർ യൂസിൽ കുറച്ച് ലിബറൽ ആകേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു പേഷ്യന്റെ പ്രിസ്ക്രിപ്ഷനിൽ കണ്ടത്, നമ്മുടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റല് 1, 2, 3, 4 മരുന്ന് എഴുതിയിട്ടുണ്ട്. 4th ഡ്രഗ് ഇസ് ഒസൽറ്റാമോർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫാർമസിയിൽ നിന്ന് മറ്റേത് 3 ടിക്ക് ചെയ്തിട്ടുണ്ട്, ഒസൽറ്റാമോറിന്റെ അവിടെ ഇൻറ്റു ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റ് അത് കിട്ടിയിട്ടില്ല, അത് കഴിച്ചിട്ടുമില്ല. കാരണം അവിടുന്ന് 3 തന്നു, ഈ 4ാമത്തത് കിട്ടിയില്ല, അവർ വളരെ കാഷ്വലായിട്ട് അങ്ങ് പോയി. ഇപ്പൊ ഞാനത് പ്രിസ്ക്രിപ്ഷൻ കാണാൻ ഇട വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചു, ഈ ഇല്ല എന്ന് മാർക്ക് ചെയ്ത മരുന്ന് വാങ്ങിച്ചു. അതില്ല, അവർ മരുന്ന് അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, 3 മരുന്ന് അവിടുന്ന് തന്നു, പറഞ്ഞു വിട്ടു. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഒസൽറ്റാമോർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും അത് ഓർത്ത് പേഷ്യന്റിനോട് പറയണം, ഇങ്ങനെ ഒരു സാധനം വളരെ പ്രധാനപ്പെട്ടത് എഴുതിയിട്ടുണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ ഉടനെ അറിയിക്കണം. അപ്പോൾ അറിയിക്കുന്നത് കാരണം ഇറ്റ് ഇസ് അപ് ടു അസ്, ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദാറ്റ് യു ഹാവ് ഇനഫ് സ്റ്റോക്ക് ഓഫ് ഒസൽറ്റാമോർ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫാർമസിയിൽ എത്ര അവൈലബിൾ എന്നുള്ളത് സ്റ്റോർ കീപ്പറോടോ ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ MO ഇൻചാർജ് അത് അറിയുകയും ഡിസ്ട്രിക്റ്റിൽ അറിയിക്കുകയും വേണ്ട സ്റ്റോക്സ് വരുത്താനുള്ള നടപടികൾ ചെയ്യണം. പണ്ടാണ് സ്റ്റേറ്റിൽ അറിയിച്ച് ഇവിടുന്ന് ഡിസ്പാച്ച് ഒക്കെ ചെയ്യാം. ഇപ്പൊ അങ്ങനെയല്ല, ഡിസ്ട്രിക്റ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ they will then communicate with KMSC and ensure that you have enough stock. ഇനി അഥവാ ഇല്ലാത്ത ഏതെങ്കിലും കണ്ടീഷൻ വരികയാണെങ്കിൽ, ഇപ്പം വേറെ ചില ഹോസ്പിറ്റലിൽ കെട്ടി കിടക്കുന്നുണ്ടാവും, വേറെ ചില ഹെൽത്ത് റോഡിൽ കുറവായിരിക്കും. അപ്പൊ നമ്മൾ DSO വിൽ ഡു ഇസ് ദാറ്റ് ബൾക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതൊരു ഒരു വണ്ടി കയറ്റി പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വലിയ ഡിഫിക്കൽട്ട് അല്ല. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് പരിഹാരം ചെയ്യാം. അതല്ല, സപ്പോസ് ഓവർനൈറ്റ് ഒരാൾക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ 1 ക്യാപ്സ്യൂളോ 2 ക്യാപ്സ്യൂളോ ചിലപ്പോൾ മേടിക്കേണ്ടി വരും. പ്രോബ്ലം ഇസ് കോസ്റ്റ് ഉണ്ട്, 50 രൂപ ഒക്കെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഉണ്ട്. അതാണ് ഒരു കോസ്റ്റ്ലി ഡ്രഗ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ പല ആന്റിബയോട്ടിക് കോസ്റ്റ്ലി ആണ് ഫോർ ദാറ്റ് മാറ്റർ. എന്നാലും നമുക്ക് കഴിയുന്നത്ര നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കണം. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് ഒന്ന് റിവ്യൂ ചെയ്യണം. അത് ഡോണ്ട് തിങ്ക് ദാറ്റ് റെസ്പോൺസിബിൾ MO ഇൻചാർജ് അല്ലെങ്കിൽ സൂപ്പറുണ്ടോ RMO അങ്ങനെയല്ല, നിങ്ങൾക്കെല്ലാം ഒന്ന് ചെന്ന് അന്വേഷിക്കുക ഉണ്ടോ ഇല്ലേ. നമ്മൾ അസസ് ചെയ്യുന്ന ഒസൽറ്റാമോർ മൂവ്മെന്റ് എന്തായാലും വേണം. കാരണം നമുക്ക് ഇഷ്ടംപോലെ കോമോർബിഡ് ഉണ്ട്. കുറച്ച് ഓവർ പ്രിസ്ക്രിപ്ഷൻ വന്നാലും കുഴപ്പമില്ല, ബട്ട് ഇറ്റ് ഇസ് ഓൾവേസ് വൈസ് ഗുഡ് ടു ബി സേഫർ. എന്താണ് ഡൗട്ട്സ് ഉള്ളത്? സർ, നമുക്ക് ഇപ്പൊ സോർ ത്രോട്ട്, നല്ല സിവിയർ ആയിട്ടുള്ള സോർ ത്രോട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഒസൽറ്റാമോർ ട്രൈ ചെയ്തു. അപ്പൊ ഒരു 75% ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ 5 days കഴിഞ്ഞു, എന്നാലും 2 days കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 5 day കോഴ്സ് ആണ്. 2 days കൂടുതൽ കൊടുക്കുന്നതും അല്ലെങ്കിൽ ഡോസ് ചിലപ്പോൾ വളരെ റയർ സർക്കംസ്റ്റാൻസസ് ഇതിന്റെ ഡോസ് ഡബിൾ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ 150 BD കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എക്സ്റ്റെൻഡ്. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 150 BD കൊടുക്കുന്നത് ഇസ് ഓൾവേസ് ഡൺ ഇൻ എൻ ഇൻപേഷ്യന്റ്, എസ്പെഷ്യലി കാറ്റഗറി സിയിൽ മാത്രം ആ ഒരു ടീം, മെഡിക്കൽ ടീം ഒന്നിച്ച് നോക്കി ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. യൂഷ്വലി 99.9% H1N1 റെസ്പോൺസ് അല്ല ഈ 5 days കിട്ടും. സോ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പോയിന്റ് ഇല്ല. ഇഫ് ദ പേഴ്സൺ സിംറ്റംസ് ആർ പെർസിസ്റ്റിംഗ്, മോസ്റ്റ് പ്രോബ്ലി ദിവസം അതർ ഇൻഫെക്ഷൻ അതിൻ്റെ കൂടെ കാണും. അപ്പോൾ മേ ബി ബാക്ടീരിയൽ കവറേജ് മോഡിഫൈ ചെയ്യേണ്ടി വന്നേക്കാം, or maybe the patient is not taking enough what you call supportive care like gargling and other things, or maybe നമ്മുടെ അനാൽജസിക്കിന്റെ യൂസ് ചിലപ്പോൾ പോരായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെയാണ് യൂഷ്വൽ കോസസ്. അപ്പോൾ അതുകൊണ്ട് ഒസൽറ്റാമോറിനെ നീട്ടിക്കൊണ്ടുപോകുന്ന സർക്കംസ്റ്റാൻസസ് പൊതുവേ ഇല്ല ഔട്ട് പേഷ്യന്റ് സെറ്റിങ്ങിൽ. ഇൻപേഷ്യന്റ് ICU സെറ്റിങ്ങിലൊക്കെ അത് ഡിബേറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഈവൻ 150 BD പോലും ഇറ്റ്സ് നോട്ട്, ചിലർ ചെയ്യുന്നത് അതും എംപറിക്കലാണ്, പക്ഷെ അങ്ങനെ ഡോസ് റെക്കമെൻഡഡ് അല്ല. ഇറ്റ്സ് എ വെരി ഇഫക്റ്റീവ് ഡ്രഗ്
in the ordinary course for the ordinary duration. അതിനപ്പുറം നീട്ടുന്നെങ്കിൽ നമ്മുടെ ഡയഗ്നോസിസ് റീകൺസിഡർ ചെയ്തു. കാറ്റഗറി എ ആണെങ്കിലും നമ്മൾ ആന്റിനേറ്റൽസിന് റെക്കമെൻഡഡ് അല്ലേ? ആണ്. അതായത് ആന്റിനേറ്റൽ പ്ലസ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു കാറ്റഗറി B2. കാറ്റഗറി B2ന്റെ ഡെഫിനേഷൻ എല്ലാവർക്കും ഒന്നുകൂടെ പറയാം. വളരെ മൈൽഡ് കേസ്, കാണുമ്പോൾ കാറ്റഗറി എ ആണ്, പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോൾ കോമോർബിഡിറ്റി ഉണ്ട്. അപ്പോൾ കാറ്റഗറി എ പ്ലസ് എനി കോമോർബിഡിറ്റി ഈക്വൽസ് കാറ്റഗറി B2. അപ്പോൾ കാറ്റഗറി B2 എന്താണെന്ന് ചോദിച്ചാൽ ഈക്വൽ ടു കാറ്റഗറി എ പ്ലസ് സം കോമോർബിഡിറ്റി. അപ്പൊ ആന്റിനേറ്റൽ വളരെ മൈൽഡ് ആയിട്ട് തുമ്മലും ചീറ്റിലാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. നമുക്ക് ആക്ച്വലി ആൻസൈറ്റി തോന്നി, ഇത്രയൊക്കെ വേണോ, ഇവർ ചെറുതായിട്ട് തുമ്മുമ്പോഴേക്കും കൊടുക്കണോ എന്ന് തോന്നിയേക്കാം. പ്രെഡിക്റ്റ്, ഇതാണ് കുഴപ്പം. ആന്റിനേറ്റലിന്റെ ഡെത്ത് റേറ്റ്സ് ഫിസിയോളജിക്കൽ റീസൺസ് പലതുമുണ്ട് ഈ പെട്ടെന്ന് ന്യൂമോണിയയ്ക്ക് പ്രോഗ്രസ് ചെയ്യാനും മോശമാകാൻ. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ഓൾവേസ് വൈസർ ടു ഗീവ് എന്ന് പറയും. ഒരു പ്രഗ്നൻസി തരവ് 2-3 തവണ ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നവരും ഉണ്ട്. അവിടെയും അതിനെ കൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഉണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ആന്റിനേറ്റൽസിനോട് പറയുക അവരെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, കോൺടാക്ട് വിത്ത് സിക്ക് പീപ്പിൾ ഒഴിവാക്കണം, ക്രൗഡിൽ പോകരുത് എന്നൊക്കെ നമുക്ക് പറയാം. ബട്ട് ദർ ആർ വർക്കിംഗ് പീപ്പിൾ ഹു ആർ ആന്റിനേറ്റൽ അല്ലേ. അപ്പൊ അതൊന്നും ഫുള്ളി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും പേഴ്സണൽ സേഫ്റ്റി നോക്കാം. ഇപ്പൊ ആന്റിനേറ്റലാണ്, ജോലിക്ക് പോകുന്ന ആന്റിനേറ്റലാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യാൻ പറയാം എല്ലാ നേരത്തും. അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. സോ ജസ്റ്റ് ലൈക്ക് ഇൻ എ ഹോസ്പിറ്റൽ ഓൾ ദ സ്റ്റാഫ് ആർ സപ്പോസ് ടു വെയർ മാസ്ക്, അതുപോലെ ആന്റിനേറ്റൽ പേഴ്സൺ ആൻഡ് കോവിഡിൽ നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ പേഴ്സൺ ഹു ഹാസ് കോമോർബിഡിറ്റീസ് കമ്മ്യൂണിറ്റിക്കകത്ത് കല്യാണത്തിനും പാല് കാച്ചിനും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യണം ആ വ്യക്തി. ബിക്കോസ് ഐ ഹാവ് എ കോമോർബിഡിറ്റി സോ ഐ യൂസ് എ മാസ്ക്. ആ പ്രിൻസിപ്പിൾ ആണ്. പോകണ്ടാത്ത സജ്ജനം പോകാണ്ടിരിക്കുക. യെസ് സാർ, ഈ ആന്റിനേറ്റൽ പേഷ്യൻസിന് സാധാരണ ഗൈനക്കോളജിസ്റ്റുകൾ ചെറിയ ഫോൾഡ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഓസൽറ്റമീർ സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലെ എത്ര തവണ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും ഈ 5 ഡേയ്സ് ഓസൽറ്റമീർ മാക്സിമം? അങ്ങനെ ഒരു കട്ട് ഓഫ് ലൈനോ നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. ആസ് വി കൻ ഇമാജിൻ ഏത് ഡ്രഗും വളരെയധികം കൊടുക്കും. ഇതിനകത്ത് ഇതുവരെ നമുക്ക് ഈ വാട്ട് യു കോൾ ടെറക്ടോജെനിസിറ്റി അങ്ങനത്തെ ഇഫക്ട്സ് ഓൺ ദ ഫീറ്റസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് വി ഹാവ് ഫെയർലി ഗുഡ് എക്സ്പീരിയൻസ്, വേൾഡ് വൈഡ് എക്സ്പീരിയൻസ് വിത്ത് ഓസൽറ്റമീർ ഇസ് ഫെയർലി വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഒരു നോട്ടീസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സാധനം സ്റ്റാറ്റിസ്റ്റിക്കലി ഇതൊന്നും എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ പറയാം, ഇപ്പോൾ ഒരു പേഷ്യന്റ് തന്നെ അവസാനം പേടിയും മടിയും തുടങ്ങും ഇത് വീണ്ടും വീണ്ടും കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആന്റിനേറ്റൽ പേഴ്സൺ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അത് പഴയ കോമൺ സെൻസും ആണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഈ ആവശ്യമില്ലാത്ത ക്രൗഡിൽ പോയി മിക്സ് ചെയ്യാതിരിക്കുക. പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക. ഹാൻഡ് ഹൈജീൻ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കണം. വീട്ടിലെ വ്യക്തികൾക്ക് ആർക്കും സുഖമില്ലാത്ത നേരത്ത് അവരുമായി ക്ലോസ് കോൺടാക്ട് ഒഴിവാക്കുക. മുതലായ ഒരു എക്സ്ട്രാ സൂക്ഷിപ്പ് ഇങ്ങനത്തെ അസുഖങ്ങളെല്ലാം ഈ നാട്ടിലുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇതൊന്നല്ല കോവിഡ് മാത്രമല്ല, അല്ല കോവിഡും ഇൻഫ്ലുവൻസയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എപ്പോഴും പണ്ട് കാലത്ത് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കും പറഞ്ഞ് അവരെ മനസ്സിലാക്കി. ആൻഡ് ഓൾസോ മെയിൻറ്റൈനിങ് ദർ ഗുഡ് ന്യൂട്രീഷൻ. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂട്രീഷനിൽ ഈ പറഞ്ഞ ലോക്കൽ സപ്പോർട്ടീവ് കെയറിനകത്ത് ഫ്രൂട്ട്സ് ലൈക്ക് പപ്പായ, നെല്ലിക്ക, ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ്. കീപ്പിംഗ് പ്യുവർ വൈറ്റമിൻ ഡി ലെവൽസ് ഒക്കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, അനീമിയ ഉള്ള ആൾക്ക് അനീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടി അയൺ കൊടുത്ത്, സോ ഇതെല്ലാം ഇമ്മ്യൂണിറ്റിയെ പീക്ക് ചെയ്ത് വെച്ചിരിക്കുക. സോ ദാറ്റ് you don't get infection frequently. കേസ് നിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ അസോൾട്ടമർ ഇഫ് യു ആർ വർക്കിംഗ് ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോ AFP സർവൈലൻസ് ഒക്കെ പറഞ്ഞ പോലെയാണ്. നിങ്ങൾ അലേർട്ട് ഇനഫ് ആണെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒസൽട്ടമറിന്റെ ഫെയർലി നല്ല മൂവ്മെന്റ് നടക്കണം ഈ സീസൺ. ഹോസ്പിറ്റലിൽ ഒസൽട്ടമർ മൂവ്മെന്റ് നടക്കുന്നത് അതിന്റെ അർത്ഥം യു ആർ നോട്ട് അലേർട്ട് ഇനഫ്. ഇപ്പൊ AFP സർവൈലൻസിൽ ചില ഡിസ്ട്രിക്റ്റിൽ AFPA ഇല്ല എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എല്ലാവരും അലേർട്ട് അല്ല. അതുകൊണ്ടാണ് അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് കേസ് ഇല്ല എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊക്കെ സംഭവിക്കുന്നുണ്ടാവും. നമ്മൾ അലേർട്ട് ഇനഫ് ആണെങ്കിൽ കുറച്ച് ഫോൾസ് പോസിറ്റീവ് കൂടെ പിക്കപ്പ് ചെയ്യും. ദാറ്റ് ഡസന്റ് മാറ്റർ. ലൈക്വൈസ് ഒസൽട്ടമർ മൂവ്മെന്റ് നടക്കുന്നോ ഇല്ല എന്നുള്ളത് ഇൻഡെക്സ് ഓഫ് ഹൗ സസ്പീഷ്യസ് ആൻഡ് ഹൗ ഗുഡ് യുവർ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. സാർ, ഈ H3N2 കോഫ് 3 വീക്സ് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് എന്താ നമ്മൾ ചെയ്യാൻ? നമ്മുടെ ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവർ കൺഫേംഡ് വന്നു എന്നൊക്കെ ഇപ്പൊ നമ്മുടെ H3N2 നമ്മൾ കൺഫേം ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. ബൈ ചാൻസ് സപ്പോസ് യു ഹാവ് എ റിസൾട്ട്, എന്തായാലും ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുമ്പേ ആണല്ലോ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ റിസൾട്ട് വരുമ്പോഴേക്കും മിക്കവാറും ഇത് 3 ദിവസം ആയിട്ടുണ്ടാവും ഈ മരുന്ന് ഒസൽട്ടമർ. അപ്പൊ നമ്മൾ 2 ദിവസം കൊടുക്കുന്നു, നിർത്തും. 5-ാം ദിവസം ആകുമ്പോൾ ഒസൽട്ടമർ നിർത്തുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കോഫിനുള്ള സിംറ്റമാറ്റിക് മാനേജ്മെന്റോ മറ്റെന്തെങ്കിലും ആന്റിബയോട്ടിക് മാനേജ്മെന്റ് വേണം. അപ്പൊ ദെൻ ദ TCDC, ESR and other things will then guide you. അപ്പൊ അവിടെ ഗൈഡൻസ് അതാണ്. TCDC, ESR പോലത്തെ ഇൻവെസ്റ്റിഗേഷൻ ആണ് പിന്നെ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആൻഡ് മേ ബി റെസ്പിറേറ്ററി ടെസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് മുതലായ കാര്യങ്ങൾ
ഒക്കെ ആയിരിക്കും അവിടെ ഗൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കോവിഡ് കൂടെ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ എപ്പോഴും ഗൈഡ് ലൈൻസിൽ എങ്ങനെയാണ് ഇപ്പൊ ഈ ടെസ്റ്റിംഗ് വേണോ വേണ്ടെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു കൺസിഡറേഷൻ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ആണ്. ഇപ്പൊ ഈ ILI സിംറ്റംസ് വരുമ്പോൾ സ്ട്രേറ്റ് അവേ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സാധനം എപ്പോഴും RIT കൺസിഡർ ചെയ്യണം. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് സംശയമില്ല കോവിഡിലാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്, ബിക്കോസ് മോർ ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ കോവിഡ് മാനേജ്മെന്റ്, കോവിഡ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ then you go with the classic guidelines which I have been mentioning here. ABC അനുസരിച്ച് ആലോചിച്ചിട്ട് നമ്മൾ ഓസൽട്ടമർ വേണോ വേണ്ടെന്നുള്ള തീരുമാനം. പക്ഷെ ഇവർക്കെല്ലാം ആദ്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ ILI ഈ സീസണിൽ കാണുമ്പോൾ എപ്പോഴും RIT മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ RT-PCR ഞാൻ പറയാത്ത റീസൺ എന്ന് വെച്ചാൽ RT-PCRന്റെ ഫെസിലിറ്റി ഒക്കെ പല സ്ഥലത്തും ഇല്ലാണ്ടാകുന്നുണ്ട്. സോ ഒരു അറ്റ്ലീസ്റ്റ് വൺ സ്റ്റെപ്പ് ഓഫ് ടെസ്റ്റിംഗ് വിൽ ബി ദ റാപ്പിഡ് ആന്റിജൻ. അപ്പൊ കഫ് സോ ഇവർ ആസ്കിംഗ് അബൌട്ട് കോഫ്. അപ്പൊ നീണ്ട കാലത്തേക്കുള്ള കഫ് സപ്രഷനിൽ ഇതേപോലെ ഈ സ്റ്റീം ഇൻഫ്ലേഷൻ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക, കഫ് സപ്രസൻസ്, ഈവൻ നമ്മൾ എപ്പോഴും ഒരു എക്സ്ട്രാ പത്തറഫാനോ കൊടീനോ ഒന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ തിങ്സ് ലൈക്ക് ഹണി ലെമൺ മിക്സർ ഒക്കെ ഉണ്ട്, ഓർഡിനറീസ്, ഇതൊക്കെ കൊച്ചു കൊച്ചു കോമൺ സെൻസ് സ്റ്റഫാണ്. ഹോം റെമഡീസിന്റെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ ഹണി, അതിനകത്ത് 10 ഡ്രോപ്പ് ലൈം ജ്യൂസ് മിക്സ് ചെയ്ത് അതിങ്ങനെ നല്ലോണം ഇളക്കി അത് തൊട്ട് നക്കി തീറ്റിക്കാൻ കുട്ടിക്ക് കൊടുക്കുക. അഡൾട്ട് വി കൻ ഓൾസോ ഡു ദ സെയിം തിങ്, 2 ടീസ്പൂൺസ് ഓഫ് ഹണി 20, ഇതൊക്കെ എംപറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് സോ ഇറ്റ് ഇസ് എ സോർട്ട് ഓഫ് വാട്ട് യു കോൾ ഒരു ലിങ്ക് ടെസ്റ്റ് പോലെ ആക്ട് ചെയ്യും തൊണ്ടയിൽ. അപ്പൊ ആ ഒരു ഇറിറ്റേറ്റിംഗ് ഡ്രൈ കോഫിനെ അത് കുറച്ച് കുറയ്ക്കും. ഈവൻ വാം ഫ്ലൂയിഡ് ഇൻടേക്ക് ഇസ് എ ഗുഡ് കഫ് സിറപ്പ്. സോ വാം ഫ്ലൂയിഡ് ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സൂത്തിങ് ഫീലിംഗ് കൊണ്ട് ക്രോണിക് ആയിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ബെറ്റർ. വീസിങ് എപ്പോഴും കോഫ് ഉള്ളപ്പോൾ വീസിങ് കൂടെ റൂൾ ഔട്ട് ചെയ്തോളണം. സോ എനി എവിഡൻസ് ഓഫ് ബ്രോങ്കോസ്പാസം, ബ്രോങ്കോ ഡയറക്ടർ തെറാപ്പി ആൻഡ് ഇൻഹേൽ സ്റ്റെറോയിഡ് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു വെദർ ദ പേഷ്യന്റ് has a respiratory what you call hyperreactive airway condition. സർ, ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ഇൻ കാറ്റഗറി 1B, do we have to start oseltamivir immediately or just give symptomatic treatment first for 2 to 3 days? If no relief, then start oseltamivir. അതെ, കാറ്റഗറി B1 ആണ്. B1 നമുക്ക് 2 വിധത്തിലാണ്. അതായത് ഐഡിയലി B1 ഒസൽട്ടമർ കൊടുക്കുക എന്ന് പറയും, പക്ഷെ അതാകുമ്പോൾ ഹ്യൂജ് നമ്പർ ആവും. അപ്പൊ അവിടെയാണ് യു ഹാവ് ടു കൺസിഡർ ആസ് ദ പേഷ്യന്റ് ഡിസ്കസ് സ്പെസിഫിക്കലി വന്ന് കാണിക്കാൻ പറ്റുമോ, ക്ലോസ് ആയിട്ട് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കണം. അത് ചോദിച്ച് വേണം തീരുമാനിക്കാൻ. അങ്ങനെയാണ് നമുക്കൊരു റഫ് തീരുമാനത്തിൽ വരാൻ പറ്റും. ബിക്കോസ് B2 തൊട്ടാണ് എന്തായാലും കൊടുക്കണം എന്ന് പറയുന്നത്. B1 കൊടുക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം. സപ്പോസ് യു ഫീൽ, as I said earlier, the patient is not going to come for follow up, അത് ചിലപ്പോൾ വഷളായി പോയാൽ നമ്മൾ അറിയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ, അസസ് ചെയ്ത് തോന്നുന്നെങ്കിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. അതിലാണ് സപ്പോസ് യു നോ ദാറ്റ് പേഷ്യന്റ് വിൽ കം, നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി ഫീഡ്ബാക്ക് ഫോളോ അപ്പിന് വരുന്നുണ്ടെങ്കിൽ മേ ബി യു കൻ വെയിറ്റ് 1 day, ബട്ട് കീപ് ഇൻ കോൺടാക്ട് എവറി ഡേ. ദ പേഷ്യന്റ് ഷുഡ് വാച്ച് ദംസെൽസ്. അപ്പൊ കോവിഡിന് നമ്മൾ ഹോം അവയർനെസ് പറഞ്ഞിട്ടുണ്ടല്ലോ, സാച്ചുറേഷൻ നോക്കുന്നു, ബ്രെത്ത് കൗണ്ട് എടുക്കുന്നു, റെസ്പിറേറ്ററി റേറ്റ് നോക്കുന്നു, ഇതെല്ലാം വാച്ച് ചെയ്യുന്ന പോലെ വേണം ഇവിടെയും നമുക്ക് വാച്ച് ചെയ്യാം. 1 additional step. It's not widely recommended that way, but patient കോഷൻ ആൻഡ് അലേർട്ട് ആയിട്ടുള്ള വാച്ച്ഫുൾനെസ് നല്ലതാണ്.